നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രാഷ്ട്രീയക്കാരൻ അല്ലാതായിരുന്നിട്ടും മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിൽ സന്നിവേശിപ്പിച്ച മാന്യതയ്ക്കും ആർജവത്തിനും സമാനതകളില്ല. ചരിത്രബോധവും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വഴി ജനജീവിതത്തെയും രാജ്യത്തിൻ്റെ മുന്നേറ്റത്തെയും ഗുണപരമായി സ്വാധീനിച്ച നേതാവാണ് മൻമോഹൻ സിംഗ്. മതത്തിൻ്റെയും ഭാഷയുടെയും വേരുകളാൽ വിഭജിക്കപ്പെട്ട ഇന്ത്യയല്ല അദ്ദേഹം വിഭാവനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായുള്ള ഹ്രസ്വകാല പദ്ധതികളായിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. പഠിച്ചു നേടിയ അറിവ് തൻ്റെ രാജ്യത്തിനായി പ്രയോഗിക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ ബോധ്യമായിരുന്നു. രാഷ്ട്രീയം അതിലുള്ളവരുടെ അധികാരത്തിനും സമ്പത്തിനും ഉള്ളതല്ല, സാമൂഹിക മാറ്റത്തിനുള്ളതാവണം എന്നതായിരുന്നു മറ്റൊരു തിരിച്ചറിവ്. രാഷ്ട്ര വളർച്ച സാധ്യമാക്കുന്ന നയമാറ്റങ്ങൾക്കായി വെല്ലുവിളികളുടെ മുഖം വഹിക്കാൻ ആ ജീവിതം തയ്യാറായി. നല്ല നേതാവ് എന്ന സങ്കല്പത്തെ സ്വജീവിതം കൊണ്ട് മഹനീയമാം വിധം നിർവചിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥക്കാലത്ത് സർക്കാരിൻ്റെ ഭാഗമായിരുന്ന് സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉപദേശം നൽകിയിട്ടും ഭരണകൂടത്തിൻ്റെ തെറ്റുകളെ വിമർശിക്കാൻ തെല്ലും മടി കാണിക്കാത്ത നേതാവ്. കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ വഴക്കങ്ങൾക്ക് വിധേയപ്പെട്ട് അവകാശങ്ങളുടേതായ ഒരുപിടി നിയമങ്ങൾ ഒന്നാം UPA സർക്കാർ പാസാക്കി. വിദ്യാഭ്യാസ അവകാശം, തൊഴിലുറപ്പ്, പഠനാവകാശം, വിവരാവകാശം, ആരോഗ്യ മിഷൻ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 27% OBC സംവരണം, അങ്ങനെ നീളുന്നു ആ പട്ടിക. വൈവിധ്യങ്ങൾ സംരക്ഷിച്ച് രാജ്യം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കാനുള്ള ഓരോ അവസരവും അദ്ദേഹം ഏറ്റവും നന്നായി വിനിയോഗിച്ചു. ഇന്ത്യ-US സിവിൽ ആണവ കരാറിൻ്റെ പേരിൽ സർക്കാരിനോടുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഇടത് പാർട്ടികളുടെ ഭീഷണിയിൽ മൻമോഹൻ സിംഗ് പതറിയില്ല. ചൈന അധികാരഗർവ് കാട്ടിയിരുന്ന കാലത്ത് പോലും അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാനായി ആണവ കരാർ ഉൾപ്പെടെയുള്ള ചുവടുകളിലൂടെ US-ഉമായുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് അദ്ദേഹം ഉയർത്തി. നടപ്പാക്കാൻ സാധിക്കാത്ത, കയ്യടി നേടാനുള്ള പ്രഖ്യാപനങ്ങളൊന്നും അദ്ദേഹം ചെയ്തില്ല. അധികാരത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും മനുഷ്യത്വത്തിൻ്റെ മാർഗം മറക്കാത്ത യഥാർത്ഥ മനുഷ്യൻ. സ്ഥിരം രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നതിൻ്റെ പരിമിതി അദ്ദേഹത്തിൽ കണ്ടതേയില്ല. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളമുയർത്തിയ ഭരണനായകൻ. പ്രധാനമന്ത്രിയായിരിക്കെ രാജ്യത്തിനകത്തും പുറത്തും മൻമോഹൻ സിംഗിൻ്റെ തീർപ്പുകൾ അന്തിമമായിരുന്നു. വാണിജ്യ ധനമന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥനിൽ നിന്നും പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തിയ മൻമോഹനെ ആ നിലയ്ക്കാവില്ല കാലം അടയാളപ്പെടുത്തുന്നത്. അതുല്യമായ പ്രതിഭയ്ക്കുടമയായ ധനതന്ത്രജ്ഞൻ എന്ന നിലയിലായിരിക്കും അദ്ദേഹത്തെ ലോകം ഓർക്കുക. ഡോക്ടർ മൻമോഹൻ സിംഗിൽ വിശുദ്ധ വ്യക്തിത്വമാണ് പാശ്ചാത്യ ലോകം കാണുന്നതെന്ന് ഒരിക്കൽ ബറാക് ഒബാമ പറഞ്ഞു. ഉന്നതവും തെളിഞ്ഞതുമായ ചിന്തയും സൗമ്യഭാഷണവും വശ്യമായ പുഞ്ചിരിയും ആഭരണമാക്കിയ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ലോക നേതാക്കൾ പലരും തങ്ങളുടെയും നേതാവ് എന്ന് വിളിച്ചു. രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തിന് നൽകിയ ഉദാത്തമായ ജീവിത മാതൃകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി.